നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ച താരങ്ങളുടെ പേരൊക്കെയാണ് വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇപ്പൊ നമ്മൾ ആകെ കേട്ടേക്കുന്ന ആരോപണങ്ങൾ കേട്ടേക്കുന്നത് ഇതിന്റെ മുകളിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ ആർക്കും അറിയില്ല. നമ്മൾ ഒരാൾ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ പറയുന്നത് കേട്ടേ. ഇനി അതിന്റെ മുകളിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ മുകളിൽ ഞാൻ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഒരാൾ പറയണ കേട്ട ഉടനെ തന്നെ നമുക്ക് അതിന്റെ മുകളിൽ വേണ്ടിയിട്ട് പറയാൻ പറ്റുള്ളൂ. കാര്യം ഈ വരുന്ന കുറെ ദിവസങ്ങളായിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ആൾക്കാരുടെ തന്നെ മാറ്റിപ്പറച്ചിലുകളും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. സത്യം എന്താണെന്നുള്ളത് കോടതിയിൽ നിന്ന് വിധി വന്നതിന് ശേഷം പറയാനേ പറ്റുള്ളൂ. അല്ലാതെ പുറത്ത് പറയുന്നത് ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് നാളെ തെറ്റാണ്. ഈ വാദി പുതിയ വന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം കേട്ടു നിങ്ങളെ പോലെ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് വാട്ട് ഇസ് ഫാക്ട് എന്നുള്ളത് വെയിറ്റ് ചെയ്ത് തന്നെ റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് നാളത്തെ ഒരു മലയാള സിനിമയുടെ ഭാവിയിലേക്കുള്ള ഒരു മാറ്റമായിട്ട് കരുതുന്നുണ്ടോ? മലയാള സിനിമയിലാണ് ആദ്യം തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാനുള്ളൊരു അഭിമാനമുണ്ട്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ന്യൂസ് അല്ലെങ്കിൽ മീഡിയ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരൊക്കെ ആർക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തവരല്ല. അത് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാവാം, മുകളിൽ നിന്നാവാം, താഴെ നിന്നാവാം, പല ആൾക്കാരിൽ നിന്ന് പല രീതിയിലുള്ള അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് മലയാള സിനിമയിൽ മാത്രമാണ്. ഏതൊക്കെ മേഖലയിലും നമ്മുടെ അമ്മമാരായാലും അനിയത്തിമാരായാലും ഗേൾ ഫ്രണ്ട്സ് ആയാലും ഡെയിലി പോയി വന്നിട്ട് അവർക്കുണ്ടായ എക്സ്പീരിയൻസുകൾ നമ്മളോട് പറയാറില്ലേ. അവരെല്ലാം സിനിമയിൽ മാത്രം അഭിനയിക്കുന്നവരാണ് അല്ല, എല്ലാ മേഖലയിലും. പക്ഷെ ഒരു സിനിമയിലെ മേഖലയിലെ ഒരു ചെറിയ ആരോപണം മാത്രം ചിലപ്പോൾ എടുത്ത് കാണുന്നു, ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് പറയുന്നു എന്ന് മാത്രം. ചിലപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു ബാങ്കിങ് മേഖലയിലാണ്, IT മേഖലയിലാണ്, ചിലപ്പോൾ അഡ്വക്കേറ്റ്സിനിടയിലാണ്, ഡോക്ടേഴ്സിനിടയിലാണ്, ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എടുത്തൊരു ബൈറ്റായിട്ട് ഇട്ടത് കൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ന്യൂസ് വാല്യൂ ഇല്ലാതെ പോകുന്നുള്ളൂ. ഇതെല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഒരു പക്ഷെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടന്ന പോലെ വന്നേക്കുന്ന മലയാള സിനിമയിലാണെന്ന് മാത്രം ആദ്യം. സോ ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. പക്ഷെ ബാക്കി എല്ലാ മേഖലയിലും നടക്കുന്നില്ലെന്ന് പറയാൻ പറ്റും. എല്ലായിടത്തും. പിന്നെ അതുപോലെ തന്നെ ഇത് അമ്മ സംഘടനയിൽ എല്ലാവർക്കും മോശം എന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ താരങ്ങളുടെ സംഘടന സ്പ്ലിറ്റായി പുതിയ സംഘടന വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് പല രീതിയിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എന്തിനുള്ളൊരു താരങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ടാണ് വിചാരിക്കുന്നത് സംഘടനകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന് പറയാനുള്ളത്? എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ബോർഡ് ഓഫ് കമ്മിറ്റിയിൽ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഏത് ലോ മേക്കിംഗ് ആയിക്കോട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ചിലപ്പോൾ നമ്മൾ കാണാറില്ലേ, ചിലപ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ പാർലമെന്റിൽ അടികൂടുന്നതാണ്, ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ സെക്രട്ടറിയിൽ അടികൂടുന്നതാണ്, മൈക്ക് തല്ലി പൊളിക്കുന്ന കാണാറുണ്ട്, കസേര തടിക്കുന്ന കാണാറുണ്ട്. സോ ഇതേപോലെ അഭിപ്രായ വ്യത്യാസം അമ്മ എന്ന് പറയുന്ന ഒരു സിനിമ സംഘടനയുടെ മെമ്പേഴ്സിനടക്കം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതെവിടെ നടക്കാത്തത്? എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ വീട്ടിലില്ലേ, നമ്മുടെ ഫ്രണ്ട്സിനടക്കില്ലേ. സോ ദിസ് ഇസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് ഒരു നടന്നൊരു ഇൻസിഡന്റ് അല്ല, എല്ലായിടത്തും നടക്കുന്ന കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മീഡിയ ഈസ് ഓൾവേസ് ഫോക്കസിങ് ഓൺ ചിലപ്പോൾ ആക്ടേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു വിചാരിക്കും, ഇത്രയും പേര് എൻ്റെ അടുത്തൊന്നും ചോദിക്കൂല. ഞാൻ ആ സിനിമ താരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് എൻ്റെ വായന ആരുടെയെങ്കിലും പേര് വീഴുമെന്നോ അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉള്ളതുകൊണ്ടായിരുന്നു എന്നോട് ചോദിക്കുന്നത്. എനിക്കല്ല, അതേഴ്സിന്. സോ ദിസ് ഇസ് ഒൺലി ദാറ്റ്. സിനിമയിലായത് കൊണ്ട് ക്യാമറകൾ കൂടുന്നു, മൈക്ക് കിട്ടുന്നു എന്നേ ഉള്ളൂ. ഇതെല്ലായിടത്തും ഉണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളല്ല. ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, താങ്ക് യു.